ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അഖില. ഇന്ന് മാർക്കറ്റിൽ പോയി മീനും വെജിറ്റബിൾസും വാങ്ങി ഒരു ടേസ്റ്റി ഫുഡ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും അവസാനം വരെ വീഡിയോ കാണണം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങി. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും കാണുന്ന ഒരു ചെറിയൊരു മാർക്കറ്റാണ്. ഇവിടെയും പച്ചക്കറികളും എല്ലാം കിട്ടും, പക്ഷെ മീറ്റും അതൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മളതിന് വേണ്ടി ടൗണിലേക്ക് പോവുകയാണ്. നല്ല ചൂടായതുകൊണ്ട് ബേബി തൊപ്പിയൊക്കെ ഇട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ഫുള്ള് പശുക്കളായിരിക്കും. എല്ലാ ഭാഗത്തും നിറയെ പശുക്കളുണ്ട്. കുറച്ച് വൈകി പോണത് കൊണ്ട് നല്ല വെയിലാണ്. ഈ സൈഡ് ഫുള്ള് ഇവിടുത്തെ ലോക്കൽസാണ്. അത് പറഞ്ഞാൽ നാടോടികൾ നിറയെ ആൾക്കാരുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു 10-11 മണിയാകുമ്പോഴൊക്കെ ഫുഡും പൈസയൊക്കെ ചോദിച്ചിട്ട് വരും. അങ്ങനെ നമ്മൾ മാർക്കറ്റിലേക്ക് കയറി. ഇത് മാർക്കറ്റിൽ മെയിൻ ഒരു എൻട്രൻസ് ആണ്. ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതാണ് എല്ലാവരുടെയും മഞ്ഞ കളർ ഫ്ലാഗൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ 2 സൈഡും ഫുള്ള് പച്ചക്കറികൾ, ഡ്രസ്സ്, പാത്രങ്ങൾ, പിന്നെ ഷൂ നേരാക്കണം, അങ്ങനെ ഒരുപാട് ചെറിയ കടകളുണ്ട്. ഈ സെൻറ്ററിൽ കൂടെ കാണുന്ന ഫുള്ള് ഫാൻസി കടകളാട്ടോ. ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. പിന്നെ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് എവിടെ നോക്കിയാലും കൂളറായിരിക്കും. നമ്മളങ്ങനെ ഫിഷ് മാർക്കറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെയാണ് ഫിഷ്, ചിക്കൻ, മീറ്റ്, മുട്ട എല്ലാം കിട്ടുന്നത് ഈ ഭാഗത്താണ്. അങ്ങനെ നമ്മളവിടെ ഇറങ്ങി നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ രാവിലെ വരികയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായി, ഒരു 11 മണിക്കൊക്കെയാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തിരക്ക് കുറവാണ്. രാവിലെ ഒരു 8 മണിക്ക് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ മീനൊക്കെ കിട്ടും. പക്ഷെ അത് ഇന്ന് വന്നിട്ടില്ല. ആകെ 2 ടൈപ്പ് മീൻ മാത്രമേ ഉള്ളൂ. ഈ മീനാണെങ്കിൽ റോഹു അങ്ങനെ എന്തോ പേര്, നിറയെ മുള്ള, ബേബിക്ക് കഴിക്കാൻ. പിന്നെ നമ്മൾ വേറൊരു കടയിൽ പോയി വേറൊരു മീനാണ് വാങ്ങിച്ചത്. ഈ 2 ടൈപ്പ് മീനാണ് എല്ലാ കടകളിലും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ അതിൽ നല്ലൊരു മീൻ നോക്കി എടുത്തു. അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മളങ്ങനെ പച്ചക്കറികൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നമ്മൾ ആരും വണ്ടിയിൽ കയറ്റണത് ബേബിക്ക് ഇഷ്ടമല്ല. തനിയെ കയറി ഇരിക്കണം. അങ്ങനെ തനിയെ വണ്ടിയിലൊക്കെ കയറി എന്നെ വിളിക്കുകയാണ്, അമ്മ കയറി പറഞ്ഞ് ഞാനും വണ്ടിയിൽ കയറി. പിന്നെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വെയിലടിച്ച് എല്ലാം അവിടെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ടാവും കാണാൻ. എല്ലാ വാളും സെയിമാണ്, ഒരു ഗോൾഡൻ കളറാണ് എല്ലാവിടെയും. നോക്കൂ, അത് ആ മേലെ കാണുന്നത് ഒരു കില്ലയാണ്, ഒരു ഹവേലി പറയും. അങ്ങനെ നമ്മൾ പച്ചക്കറി മാർക്കറ്റ് എത്തി. നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി മാങ്ങ കണ്ടപ്പോൾ ഞങ്ങൾ മാങ്ങ വാങ്ങിച്ചു. നമ്മൾ പച്ചക്കറി നോക്കണതിൻ്റെ ഇടയിൽ ബേബി സ്വയം പച്ചക്കറിയൊക്കെ നോക്കി എടുക്കുകയാണ്. ആപ്പിൾ പോലെ തക്കാളിയില്ലേ ബേബി. പിന്നെ അവിടെ ഫുള്ള് ഓടിക്കളിയൊക്കെ തുടങ്ങി. ഞങ്ങൾ പിന്നെ എപ്പോഴും അവിടെ പോയി അവിടെ ശീലമായി. ഇവിടെ വന്നാലാണ് നമുക്ക് നല്ല ഫ്രഷ് മുരിങ്ങക്കായ, കറിവേപ്പില അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. ബാക്കി എല്ലാ കടകളിലും കറിവേപ്പിലയൊന്നും അധികം വരില്ല. പിന്നെ നമ്മൾ പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു പച്ചക്കറി കണ്ടു. ഇതിനെന്താ ഡ്രൈ ജിഞ്ചറോ അങ്ങനെ എന്തോ ആണ് പറയുക. എന്താ കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ വരുന്ന വഴിക്ക് ഇളനീര് കണ്ടപ്പോൾ അവിടെ നിർത്തി ഇളനീരൊക്കെ 3 പേരും കുടിച്ചു. നമ്മുടെ നാട്ടിലത്തെ അത്ര ഒരു തരിപ്പും ഒരു ടേസ്റ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ ചൂട് കുറച്ച് ആശ്വാസമായതുകൊണ്ട് അവിടുന്ന് എല്ലാവരും ഇളനീരൊക്കെ കുടിച്ചു. ബേബി പിന്നെ ഓരോ സ്റ്റൈലിലാണ് ഇളനീരൊക്കെ കുടിക്കുന്നത്. നമുക്കിവിടെ ആഴ്ചയിലാണ് വെള്ളമൊക്കെ വരിക. അതിന് വരുന്ന ടാങ്കാണ്. ആദ്യം ഈ ടാങ്ക് ഫുള്ള് നിറച്ചിട്ടാണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ വെള്ളം വരിക. അങ്ങനെ നമ്മൾ വീടെത്തി പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചു, മാങ്ങയൊക്കെ മാറ്റി വെച്ച് ഞാൻ കറിവേപ്പിലേനൊക്കെ നീറ്റാക്കി ക്ലീനാക്കി സിപ്ലോക്ക് ബാഗിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ആലോചിക്കുക, ഈ ചൂടത്തിന് കുക്ക് ചെയ്യണമല്ലോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വേഗം നമുക്ക് ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ ഫിഷിനൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തു.
അതിൻ്റെ ഇടയ്ക്ക് ബേബി വന്നിട്ട് ഓരോ കംപ്ലൈൻ്റൊക്കെ പറയാം. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ. അങ്ങനെ മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഫിഷ് മസാല, കുരുമുളക് പൊടി, കറിവേപ്പില, വിനാഗിരി, കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് നന്നായി മസാല തിരുമ്പി വെക്കണം. അങ്ങനെ കുറച്ച് നേരം വെച്ചതിന് ശേഷം ചൂട് എണ്ണയിലേക്ക് മീനൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത്, കുറച്ച് വിഷൽസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അടിപൊളിയായി ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. അത്രയും നേരം ചൂടത്തിരുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നല്ല കൂളിങ് കിട്ടും. പിന്നെ ഇവിടെ പുതിയതായി സ്റ്റാർട്ട് ചെയ്തതാണ് വിശാൽ മാർട്ട്. അങ്ങനെ നമ്മളവിടെ നിന്ന് കിച്ചൺ ടവല്, പിന്നെ ഒരു ബെഡ്ഷീറ്റൊക്കെ വാങ്ങിച്ചു. കുറച്ച് വിഷ്വൽസൊന്നും പിന്നീട് എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇനി വരും വീഡിയോസിൽ കാണാം. എല്ലാവർക്കും താങ്ക്